പൈപ്പ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ LFF ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഈ പുറകിൽ നിന്ന് ഈ നട്ട് ഊരുക. ചിലപ്പോൾ സ്പാനറോ അല്ലെങ്കിൽ പ്ലെയറോ ഉപയോഗിച്ചിട്ട് നട്ട് ഊരുക. ഓക്കെ. അതിനുശേഷം ഇതുപോലെ ചെറിയ കമ്പി എടുക്കുക. ഈ കമ്പി ഇടുമ്പോൾ വലിച്ച് ഈ അറ്റത്ത് വരെ പോകില്ല. ഈ അറ്റത്ത് ഇവിടെ ഒരു ചെറിയ നട്ടുണ്ട്. ആ നട്ട് പോകാൻ പാടില്ല. ഇതിൻ്റെ താഴെയുള്ള ഈ ചെറിയ ഹോൾ ഓപ്പൺ ആയിരിക്കണം. ഇവിടെ ചെറിയ ഹോളുണ്ട് ഈ സൈഡിൽ. ഈ ഹോളാണ് ഓപ്പൺ ആകേണ്ടത്. ഇതിൽ കൂടിയാണ് എയർ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടിപ്പിലുള്ള നട്ട് ഇവിടെ ഉണ്ടാവണം. ചിലപ്പോൾ അത് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും. ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അലൈൻ കീ ഉപയോഗിച്ചിട്ട് ചെറിയ അലൈൻ കീ കിട്ടും. ഇതാണ് അലൈൻ കീ എന്ന് പറയുന്ന സാധനം. ഇതുപയോഗിച്ച് ഇവിടെയുള്ള ഈ സാധനം തിരിക്കുക. ഇത് തിരിച്ച് ഇത് മുകളിലേക്ക് കയറ്റണം. എന്നിട്ട് ഈ താഴെയുള്ള ഹോൾ ഓപ്പൺ ആയിരിക്കണം. ഇതിൽ കൂടെ വേണം എയർ എടുക്കാനായിട്ട്. ഈ അടഞ്ഞിരിക്കുന്നത് ഇതേപോലെ ഓപ്പൺ ആയിരിക്കും. ഈ ടോപ്പ് ഇവിടെ അടഞ്ഞിട്ടുണ്ടാവണം. ഇവിടെയാണ് അലൈൻ കീ ഉണ്ടാവുക. അലൈൻ കീ ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ച് അടയ്ക്കുക ഈ ടോപ്പ്. എന്നിട്ട് ഈ സൈഡ് ഞാൻ വെച്ചുതരാം. ഒറ്റ മിനിറ്റ്, ഞാൻ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ ഇങ്ങനെ അഴിക്കുക. സ്ക്രൂ അഴിച്ചിട്ടിട്ട് ഇതിന് താഴത്തേക്ക് എടുക്കുക. ഇവിടെ 2 ഫിൽറ്റർ ഉണ്ടാവും. അത് അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഫിൽറ്റർ ഇങ്ങനെ ഉണ്ടാവുക. ഇതിന് ഈ റിങ് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഈ റിങ് ഊരിയിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇവിടെ 2 വയറുണ്ട്. ഈ 2 വയറ് കൂട്ടിമുട്ടരുത്. ഇതെന്തിനാന്ന് വെച്ചാൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഊരി മാറ്റാം. ഇത് ഊരി കിട്ടുന്നില്ലെങ്കിൽ ഈ പ്ലെയർ കൊണ്ട് ഇതിനെ നട്ട് ഊരി മാറ്റാം. ഈ 2 നട്ട് ഇവിടുന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ ഈ വയർ 2 ഊരാൻ പറ്റും. വയർ ഊരി ഇതേപോലെ ഇപ്പുറത്തുള്ള ഊരിയിട്ട് ഇവിടെ വാഷറുണ്ട്. ഈ വാഷർ കളയാതെ മാറ്റി വെക്കും. ഇങ്ങനെ ഇതിന് സോപ്പ് കൊടുത്തിട്ട് കഴുകി ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് ശേഷം ബ്ലോർ എന്തെങ്കിലും കൊണ്ട് ഇതിൽ കൂടെ ഒരു സൈഡ് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഇതിൽ കൂടെ എയർ അടിക്കുക. ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇതേപോലെ ഫിറ്റ് ചെയ്യണം. ഇത് ഊരിയെടുത്തിട്ട് ഇത് വെറുതെ ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് ഇതിൽ കൂടി ബ്ലോർ എന്തെങ്കിലും കൊണ്ട് നല്ല ഫോഴ്സിൽ എയർ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ പുറത്തുകൂടെ എല്ലാം കൊടുക്കുക. ഇത് വാഷ് ചെയ്യരുത്. ഇത് എയർ മാത്രം അടിച്ച് ക്ലീൻ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ LFF മാറി.